ഹലോ, നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വ്ളോഗ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തത് നമ്മളെ പഴയ ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പം ഇനി വ്ളോഗെല്ലാം എടുത്ത് തുടങ്ങാമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്, പറ്റുമോ അറിയില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഒരുങ്ങിയിട്ട് ഇതാ നമുക്കൊരു കുടിയലുണ്ട്, ആ കുടിയലിന് പോവാണ്. കുടിയൽ എന്ന് പറഞ്ഞാൽ ഹൗസ് വാമിങ്. നിങ്ങളുടെ നാട്ടിൽ ചിലപ്പം വീട്ടിൽ കൂടൽ അല്ലെങ്കിൽ പാല് കാച്ചൽ അങ്ങനെയെല്ലാം പറയുമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. നമുക്ക് വണ്ടി അങ്ങോളം പോവാത്തത് കൊണ്ട് തന്നെ വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമെന്ന്. അങ്ങനെ നമ്മളിതാ കുടിയലിൻ്റെ വീട്ടിലെത്തി. നമ്മളെ ഷീനേച്ചിൻ്റെയും ശ്രീനേട്ടൻ്റെയും വീട്ടിൽ കൂടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് തന്നെ വെള്ളാട്ടം കീഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ കയറുമ്പോൾ ഒന്ന് വെള്ളാട്ടമെല്ലാം ഇങ്ങനെ കണ്ട് പിന്നെ വീട്ടിൻ്റെ അകത്ത് കയറി വീടെല്ലാം കാണലാണ്. അപ്പം ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല വീടിൻ്റെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ മുത്തപ്പം കണ്ടു നിന്നു. ചോറുണ്ണാൻ പോയി നിന്നതാണ്, പക്ഷേ എല്ലായിടത്തും സീറ്റ് ഫുള്ളായതുകൊണ്ട് പിന്നെ മുത്തപ്പം കണ്ടു നിന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ഇതാ ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ബിരിയാണിയെല്ലാം ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു. ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അപ്പോൾ ദേവൂട്ടി ഒരു ഐസ്ക്രീം എടുത്തിട്ട് വന്നിട്ട് കൈ കഴുകുന്നെടുക്കുന്ന കഴിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കൈയെല്ലാം കഴുകിയിട്ട് പിന്നെ മുത്തപ്പനെ തൊഴാമെന്ന് വിചാരിച്ചിട്ട് പോയി നിന്നു കേട്ടോ. അപ്പോൾ കുറച്ച് അധികം സമയം നമുക്ക് മുത്തപ്പനെ തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിന്. അങ്ങനെ കുടിയലെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പയ്യന്നൂരേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. നമ്മളെ അനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു April 3-ന്. അപ്പോൾ April 4-ന് നമുക്ക് ഈ കുടിയലുള്ളത് കൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് തലേ ദിവസം പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ April 4-ലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൃഥ്വിയേട്ടന് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റൂലല്ലോ, പിന്നെ ഭയങ്കര കുലുക്കായിരിക്കും ഓട്ടോയിൽ. വലിയ കുലുക്കൊന്നും ഉണ്ടായിട്ടില്ല, അത്യാവശ്യം നല്ല ഇതായിട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞതുകൊണ്ട് ഓട്ടോയിൽ കൊണ്ടുപോയിട്ടുണ്ടായതിന് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വെക്കേഷനല്ലേ, 3-4 ദിവസം വീട്ടിൽ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനുമായി വീട്ടിൽ 3-4 ദിവസം നിൽക്കുകയും ചെയ്യുക. പിന്നെ എനിക്ക് വെക്കേഷൻ്റെ ടൈമിൽ കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് പോയി നിൽക്കാനുള്ളൊരു സമയം കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ഇപ്പം പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മൾ ഷൊയിലിയിലേക്ക് വരും. അങ്ങനെ കുറച്ചങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ദേവൂട്ടി നല്ല ഉറക്കമാണ്. പിന്നെ നമ്മൾ പയ്യന്നൂരെത്തി. ടൗണിലെത്തുമ്പോഴത്തേക്ക് അച്ഛന് ഇതാ നമ്മളെ കൈരളി ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങിയാടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളോട് നേരെ ആ ഹോട്ടലിലേക്കാണ് പോകാൻ പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ അച്ഛനാടുന്നതിൻ്റെ പിള്ളേർക്ക് ജ്യൂസും അതേപോലെ ബിരിയാണിയും എല്ലാം വണ്ടിയിൽ കയറ്റി തരുന്നുണ്ട്. അച്ഛൻ രാത്രിയേ എത്തൂലൂ. അച്ഛൻ പറഞ്ഞു എന്തായാലും പിന്നെ വേറെ ഓട്ടോ ആക്കണ്ടല്ലോ, നിങ്ങൾ പോകുമ്പോൾ തന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് അച്ഛനിതാ പിന്നെ എന്താണ് ഓട്ടോ കൊടുക്കാൻ പൈസ എല്ലാം എനിക്ക് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. പൃഥ്വിയേട്ടന് പണിക്കുവാങ്കില്ലല്ലോ, അപ്പോൾ ഓട്ടോ ആക്കി വന്നോ പൈസ കൊടുത്തോളാന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനിതാ പൈസ എടുത്ത് തരുന്നുണ്ട് എനിക്ക്. അങ്ങനെ നമ്മൾ ബിരിയാണി എടുത്ത് നമ്മളെ വീട്ടിലേക്ക് പോകുന്നത്. നമ്മളെന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കൈരളി ബിരിയാണിയിൽ നിന്ന് ബിരിയാണി വാങ്ങും. കൈരളി ബിരിയാണി അല്ല, കൈരളി ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങുവാണ് കേട്ടോ ചെയ്യൽ. അങ്ങനെ നമ്മൾ ബിരിയാണിയെല്ലാം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുമെന്ന്. പോകുന്ന വഴിയിൽ ഇത് ഏച്ചി അനിയത്തി ഇരുന്നിട്ട് ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ. അനുവേച്ചിക്കൊരു ഡ്രസ്സ് മുന്നേ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് പോയപ്പാട് കൊടുക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക, പോയപാട് അനുവേച്ചിയോട് പറയാൻ പാടില്ല എന്നുള്ളതാണ് നന്ദു ദേവൂട്ടിയോട് പറയുന്നത്. അങ്ങനെ നമ്മളെ വണ്ടി ഇതാ റെയിലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അമ്മേനെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനമെല്ലാം അപ്പുറത്തേക്ക് കടത്തണമല്ലോ, നമ്മളെ വണ്ടി വീട്ടിലേക്ക് പോകൂല. അപ്പം നമ്മളെ ലഗേജും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാവരും വന്നിട്ടുണ്ട്. അനുവും അപ്പവും അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണിയും പിന്നെ അതിൻ്റെ പീസും കാര്യങ്ങളെല്ലാം വേറെ വേറെ പാത്രത്തിലാക്കിയിട്ടാണ്. പിന്നെ നമ്മളെ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഐറ്റംസും എല്ലാം എടുക്കാനുണ്ടായിന്. അങ്ങനെ എല്ലാവരും കൂടി ഇതാ നമ്മൾ എടുത്തിട്ട് പോവുകയാണ്. റെയിൽ കടന്ന് അപ്പുറത്തെത്തണം നമ്മളെ വീട്ടിലേക്ക്. അപ്പുറത്തേക്ക് കൂടിയും വരാം നമുക്ക് വണ്ടിക്ക്. എങ്ങനെ വന്നാലും നമ്മളെ വീട്ടിലേക്ക് വണ്ടി പോകില്ല, റോഡില്ല. പിന്നെ അവിടെ നിന്ന് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് നടക്കണം. അങ്ങനെ ഇതാ പൃഥ്വിയേട്ടൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കാഴ്ച കാണുന്നതല്ല കേട്ടോ, ഓട്ടോ പോയോന്ന് നോക്കുന്നതാണ്. അപ്പോൾ വന്ന വഴിയല്ല വേറൊരു വഴിയോന് കാണിച്ചു കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ ഓൻ അതുവഴി തന്നെ പോകുന്നില്ലേ എന്ന് നോക്കി നിൽക്കലാണ് പൃഥ്വിയേട്ടൻ. അപ്പോൾ നമ്മൾ റെയിൽ കിടക്കുമ്പോൾ എപ്പോഴും വണ്ടി വരുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കിയിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തായാലും വീട്ടിലെത്തി. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ രാത്രിയാണ് കേട്ടോ. പിന്നെ വന്ന് എന്താണ് ആച്ചച്ചൻ കൊടുത്ത മാംഗോ ഫ്രൂട്ടി എല്ലാം എല്ലാവരും കുടിക്കുമെന്ന്. അപ്പോഴത്തേക്ക് അമ്മമ്മ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിന്. അമ്മമ്മ കുളി കഴിഞ്ഞ് വന്ന് പൃഥ്വിയേട്ടനെ കണ്ട് ഒരു കെട്ടിപ്പിടുത്തവും കരച്ചിലെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അന്ന് വണ്ടിയിൽ നിന്ന് വീണ സമയത്തെ അമ്മമ്മക്ക് പൃഥ്വിയേട്ടനെ കാണാൻ വരണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ദൂരം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വരാൻ പറ്റിയിട്ടില്ല.
പിള്ളേരാണെങ്കിൽ ഇവിടെ ഫ്രൂട്ടി കുടിക്കുന്ന തിരക്കാണ്. എനക്കും അച്ഛൻ ഫ്രൂട്ടി വാങ്ങിയിട്ടുണ്ടായിനെ, ഞാനത് തണുപ്പിച്ചിട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ പിന്നെ നല്ല മാംഗോ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കുടിച്ചു. ഒന്നാമത് ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് അപ്പാട് വന്നതല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേ പച്ചമാങ്ങ ജ്യൂസ് അടിച്ചതാണ്. അങ്ങനെ കുറേ ജ്യൂസെല്ലാം എടുത്ത് കുടിച്ചിട്ട് ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കലാണ്. വെക്കേഷനായില്ലേ, അങ്ങനെ പിള്ളേരോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുവാണ്. അപ്പോൾ ഇത് അമ്മ എനിക്ക് ഒരു പാട്ട നിറച്ചും നല്ല തണുത്ത ജ്യൂസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ വലിക്കനെ ഞാനത് ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പുളി ഉണ്ടായിരുന്നു കേട്ടോ, മധുരവും കുറച്ച് കുറവായിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ അനുവിന് കൊടുക്കാനുള്ള ഡ്രസ്സ് ഇതാ നന്ദു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിന്ത്രേന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. ഒരു സാധാരണ ഒരു സിമ്പിൾ ടോപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായ, കോട്ടൻ്റെ ഒരു ടോപ്പ്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്ദു അനുവേച്ചി ഇങ്ങോട്ടേക്ക് വാന്ന് പറയാന്ന് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്ന കണ്ടാലും അമ്മ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് അഹങ്കാരം കൂടിപ്പോയി എന്നും പറഞ്ഞിട്ട്. വേറെ ഒന്നല്ല, ഹൃദയേട്ടൻ ഒന്നാമത് പണിക്കൊന്നും പോകാൻ പറ്റാണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് അമ്മ എന്നെ ചീത്ത പറഞ്ഞതാണ്, എന്തിനാ ഇത് വാങ്ങിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഹൃദയേട്ടന് ആക്സിഡൻ്റ് ആവുന്നതിന് മുന്നേ ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. പിന്നെ മിന്ത്രയിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ അത്ര വലിയ പൈസ ഒന്നും ആയിട്ടില്ല, ചെറിയ പൈസക്ക് എനിക്ക് കിട്ടിയൊരു ടോപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ അന്നേരം അത് ഓർഡർ ചെയ്ത് വെച്ചതാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അത് ഞാൻ മുന്നേ ഓർഡർ ചെയ്ത് വെച്ചതാണ്, ഇപ്പം വാങ്ങിയതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏച്ചി വീഡിയോ കോളിലുണ്ട് കേട്ടോ. അങ്ങനെ ഏച്ചിക്കും ഇതാ ഡ്രസ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുവാണ്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ്, നല്ല സുഖമായിരിക്കും ഇടാൻ വേണ്ടിയിട്ട്. നല്ല ജീൻസിൻ്റെ കൂടെയെല്ലാം നല്ല ഭംഗിയുണ്ടാവും ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനുവിനോട് ഞാൻ പറഞ്ഞു അതൊന്ന് പോയിട്ട് ഇട്ടിട്ട് വരാൻ പറഞ്ഞു, ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്യണമെന്നുള്ളൊന്ന് പോയി നോക്കണ്ടേ. അങ്ങനെ പിന്നെ അനു അത് അമ്മക്കെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പോയിട്ട് ഇട്ടിട്ട് വന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അനു എന്തോ ഡ്രസ്സിനെ കുറിച്ചിട്ടെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ്. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് പണികൾ വൈകുന്നേരത്തേക്കില്ല, കാരണം ഫുഡ് ഓൾറെഡി കൊണ്ടുവന്നല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ പണിയില്ല. പിന്നെ പായസം വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്, പിന്നെ വന്ന ക്ഷീണെല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞു നാളെ നമുക്ക് വെക്കാം പായസം എന്നിട്ട് അങ്ങനെ പായസവും പിറ്റത്തെ ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഒന്നാമത് ബിരിയാണിയും കഴിച്ച് പായസവും കുടിക്കൂല. പിന്നെ അനുവിന് ഇതാ തലേ ദിവസം ഏച്ചിൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത്, ധാവണി സെറ്റാണ്. അപ്പോൾ അതെല്ലാം അനു എനിക്ക് കാണിച്ചു തരുവാണ്. ധാവണി സെറ്റും പിന്നെ കുറേ ഇത് ചോക്ലേറ്റ്, കുറേ ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം അമ്മ ഇതാ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. കിറ്റ്കാറ്റും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വേഗം വിഷു ആകുമ്പോഴത്തേക്ക് ആ ധാവണി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം എന്നെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ്. നല്ല ധാവണിയായിരുന്നു കേട്ടോ, നല്ല കളർ കോമ്പിനേഷനുമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി അതിപ്പം അടിക്കാൻ വേണ്ടി കൊടുക്കണം. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ രഞ്ജി ചേച്ചി കേക്കും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രഞ്ജി ചേച്ചിയൊക്കെയാണ് ഏച്ചി കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിന്, നമ്മളെ വീട്ടിൻ്റെ അടുത്തില്ല തന്നെയാണ്. അപ്പോൾ ഏച്ചി അതിൻ്റെ കൂടെ അനുവിന് വേണ്ടിയിട്ടൊരു സർപ്രൈസും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നോട് വരുമ്പോൾ തന്നെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ കേക്ക് പിന്നെ അനു ഒരു മോഡൽ ഏച്ചിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഏച്ചി പറഞ്ഞു ഇല്ല ആ കേക്കൊന്നും ആക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷെ അനുവിനൊരു സർപ്രൈസായിട്ട് അതേ കേക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഏച്ചി അങ്ങ് ദുബായിലിരുന്നിട്ട് പ്ലാൻ ചെയ്ത സർപ്രൈസുകളാണ് ഇതെല്ലാം, രഞ്ജേച്ചിയായിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ കുറേ ചോക്ലേറ്റ്സ് ആയിട്ടുള്ള ഒരു ഹാമ്പറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗിഫ്റ്റും കൂടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷെ ഓളത് കണ്ടിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഓരോ മിഠായി ആയിട്ട് ഇങ്ങനെ പൊറുക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ഗിഫ്റ്റെല്ലാം ഓൾ കണ്ടത്. അപ്പോൾ നല്ല അടിപൊളി കമ്മൽ, അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചു വന്നിട്ട് അങ്ങനത്തെ വലിയൊരു കമ്മൽ വാങ്ങണമെന്ന്. പിന്നെ വേറൊരു കമ്മലും ഉണ്ടായിരുന്നു, ചെറിയൊരു മാലയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ എൻ്റെ ഫ്രണ്ട്സ് എന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അവരുടെ അടുത്തേക്ക് പോവാന്ന് കേട്ടോ. അപ്പോൾ ഷീനിയും അശ്വതിയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ കളിക്കൂട്ടുകാർ, നമ്മൾ അംഗൻവാടി മുതലുള്ള ഒരു ബന്ധമാണ്. നമ്മളെ വീട് അടുത്തടുത്ത് തന്നെയാണ്, പണ്ട് മുതലേ നമ്മൾ കളിച്ചതും പഠിച്ചതും എല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ അവർ രണ്ടാളും ഇങ്ങനെ വെറുതെ വൈകുന്നേരം നടക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിന്. അപ്പം ഞാൻ വരുന്നത് അവരറിയില്ല, ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പെട്ടെന്ന് ഞാൻ വീട്ടിലെത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുണ്ട് എന്നെ ഫോൺ ചെയ്യുന്നത്, നീ എവിടെയാ ഉള്ളേന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു ഞാനിപ്പം വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് ഇവരെന്നെ കണ്ടിട്ട് വിളിക്കുന്നതായിരിക്കുന്നു, പക്ഷെ അവരെന്നെ കണ്ടിട്ടില്ല. പെട്ടെന്ന് എന്തോ ഇവർക്ക് തോന്നി എന്നെ വിളിച്ചു. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിത് അവിടെ റോഡുമ്മിൽ ഇരുന്നിട്ട് കുറേ വിശേഷങ്ങൾ ഇങ്ങനെ പറയാന്നിട്ട് നമ്മളെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം
നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചതും മാങ്ങ പറിച്ചതും അങ്ങനെ ഒരുപാട് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ വഴിയിലുണ്ടായ ഓരോ കാര്യങ്ങളും അങ്ങനെ നമ്മൾ കുറേ സമയം പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഇതേപോലെ നമ്മളെ മൂന്നാളി ഒരുമിച്ച് കിട്ടൽ കുറവാണ് കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മളിങ്ങനെ മൂന്നാളും ഒന്നിച്ചു കൂടി. പിന്നെ അത്യാവശ്യം ഒരു സന്ധ്യ വരെ നമ്മൾ അടുത്ത് തന്നെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മക്കളും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കളിക്കുന്ന തിരക്കാണ്. രണ്ടാൾക്കും ട്വിൻസ് ആണ്, 3 മക്കളാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ചുരിദാറാണ് ഷീന, മറ്റേത് അശ്വതി. ഷീനക്ക് മൂത്തത് ഒരു മോനാണ്, രണ്ടാമത് ട്വിൻസ് 2 പെൺകുട്ടികളാണ്. അശ്വതിക്ക് അതേപോലെ മൂത്തത് പെണ്ണ്, രണ്ടാമത്തത് ട്വിൻസ് 2 ആൺകുട്ടികളുമാണ്. അപ്പോൾ അവരെല്ലാം കളിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ നമ്മളിങ്ങനെ ട്രെയിൻ പോകുന്നതും എല്ലാ കാഴ്ചകളും കണ്ട് നമ്മളിങ്ങനെ നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞാൽ തീരൂല. എന്നാലും നമ്മൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിട്ട് 3 ആളും 3 വഴിയിലേ പോവുകയാണ് കേട്ടോ. 3 ആളുടെ വീടും 3 ദിശയിലേക്കാണ്. അങ്ങനെ 3 ആളും 3 ദിശയിലേക്ക് പോയി. പിന്നെ കാണാമെന്നും പറഞ്ഞിട്ട് പോയി. എന്തായാലും ഞാൻ 3-4 ദിവസം ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെ പിന്നെ കാണാമെന്നും പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അത്യാവശ്യം ഒരു സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് എന്നെ പെരുതിയിട്ട് പിന്നെ അനുവും പിന്നെ നന്ദു എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നന്ദു അതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്ദു ആണ് കുറച്ച് വീഡിയോസെല്ലാം നമുക്ക് എടുത്തു തന്നത്. വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇതാ നമുക്ക് വേണ്ടി വാങ്ങി വെച്ച വിഷുക്കോടിയെല്ലാം എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും വകയുള്ളതും നമ്മളെ അമ്മാമ്മേൻ്റെ വകയുള്ളതും എല്ലാം ഉണ്ട്. എല്ലാം ഇല്ല കേട്ടോ. എനിക്കില്ല ടോപ്പും പ്രതിയാടിനുള്ള ഷർട്ടും എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് എത്തണം അത്രേ. അപ്പോൾ എനിക്കൊരു മാക്സി കിട്ടി. പിന്നെ ഇതാ പ്രതിയാടിനൊരു മുണ്ട് കിട്ടി. പിന്നെ നമ്മളെ മക്കൾക്ക് അവർക്ക് വേണ്ടിയിട്ടില്ലേ 2 ജോഡി ഡ്രസ്സും നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും പ്രതിയാടിൻ്റെ ഇനി എത്താനുണ്ട് കേട്ടോ. അതെപ്പോൾ വിഷുവിന് മുന്നേ ആയിട്ട് കിട്ടുമായിരിക്കും എന്തായാലും. അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്ദുവിൻ്റെ ടോപ്പാണ് കേട്ടോ, ഒരു പിങ്ക് കളറ്. ഇതെല്ലാം മിക്കവാറും വിഷുവിന് ഇടും. അന്നേരം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടോപ്പാണ്. മറ്റേതൊരു ജീൻസ്, ഒരു ബാഗി പാൻറ്റില്ലേ, അതാണ് കേട്ടോ. പിന്നെ ഇതാ ദേവൂട്ടീൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സാണ്. നല്ല രസമുണ്ട്. ഒരു വൈറ്റും ഒരു പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു അങ്ങനെ എന്തോ ഒരു കളറ്, റോസ്, അങ്ങനെ ഒരു കളറ്, ഒരു പാൻറ്റും ബനിയനും. അതേപോലെ തന്നെ ഇതാ വേറൊരു ഡ്രസ്സും കൂടി ഉണ്ട്. ഇത് ശരിക്ക് ദേവു തന്നെ മീഷോന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. ഇത് ഈ ഒരു ബ്ലാക്കും പിന്നെ മറ്റേതൊരു പീച്ച് കളറാ, ഒരു ഓറഞ്ച് എന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ലൈറ്റ് കളറാണ് അത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല അതിൻ്റെ കളറ്. അങ്ങനെ ദേവൂട്ടിക്ക് 2 കിട്ടി. ഇതിതാ നന്ദുവിൻ്റെ വേറെ ഒരു ഡ്രസ്സാണ്. ഒരു ഫുൾ കൈ ഒരു ടോപ്പാണ്. ഇത് ഈ അനു ഇട്ടതുപോലെയുള്ളൊരു ടോപ്പാണ് അത്. അങ്ങനെ അതെല്ലാം കണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ വന്നതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ടിങ് എല്ലാം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ആരുമില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളപ്പുറത്ത് നമ്മളെ പിന്നെ അച്ചൂനെയും കിച്ചൂനെയും അനീഷാട്ടനെയും വിളിച്ചിട്ടുണ്ടായിന്. അവരെവിടെയോ പോയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയിട്ടുണ്ടായിന്. പക്ഷെ നമ്മൾ നേരത്തെ കേക്ക് കട്ട് ചെയ്തു, മക്കൾക്ക് ഫുഡ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേക്കെല്ലാം കട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് കേക്ക്. പിന്നെ കുറേ ഗിഫ്റ്റെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. അതിൻ്റെ തന്നെ ഞാൻ പിന്നെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബിരിയാണിയെല്ലാം കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഏച്ചി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏച്ചിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏച്ചിക്ക് ഒരുപാട് സന്തോഷമായി. അടുത്തില്ലെങ്കിലും കുറച്ച് ദൂരെ ഇരുന്നിട്ടായാലും അനു ആഗ്രഹിച്ചതിലും അപ്പുറം ഒക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഏച്ചിക്കും ഭയങ്കര സന്തോഷം. പ്രതീക്ഷിച്ചതിലും അപ്പുറം കിട്ടിയതുകൊണ്ട് അനുവിനും ഭയങ്കര സന്തോഷം, നമുക്കും ഭയങ്കര സന്തോഷം. എന്തായാലും 15ാമത്തെ ബർത്ത്ഡേ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. ഏച്ചി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു എപ്പോഴും ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനിൽ ഏച്ചി ഉണ്ടാവും. ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഓൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓളെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിനി. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ വീഡിയോ കോളിൽ എല്ലാം ഓളെ കാണിക്കുന്നുണ്ടായിരുന്നു. ഓൾ ആടെ ഇരുന്നിട്ട് എല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഹാപ്പി അതന്നെ. പ്രതിയാട്ടിലിങ്ങനെ വീണായിരുന്നു നമ്മൾ ബർത്ത്ഡേക്ക് വരാൻ പറ്റൂല എന്നെല്ലാം പറഞ്ഞിട്ട് അനുവിന് അതൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പാപ്പനും ആൻറ്റിയൊന്നും ഇല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നെല്ലാം അവൾ പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ, നമുക്ക് അവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും പ്ലാൻ മാറി. ഞാൻ വിചാരിച്ചു എന്തായാലും പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആയി, സെലിബ്രേഷനും ആയി,
പിന്നെ വീട്ടിൽ നിൽക്കലുമായി 3-4 ദിവസമേ നിൽക്കാൻ പറ്റുള്ളൂ, എന്നാലും അതൊരു സന്തോഷമല്ലേ വെക്കേഷന് വന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ ഇതാ ഏച്ചി വീഡിയോ കോളിൽ കൂടി എല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏച്ചിക്ക് കേക്ക് കൊടുക്കുവാന്നതിന് എൻ്റെ അമ്മക്ക് കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാ അച്ഛനങ്ങനെ കാണിച്ചെടുക്കുവാന്ന് വീഡിയോ കോളിൽ. അത് കഴിഞ്ഞ് പിന്നെ ഇതാ പിള്ളേർക്കെല്ലാം ഫുഡ് കൊടുത്ത് നമ്മളും കഴിച്ചു. കൈരളിയിൽ നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അനീഷാടിനും കിച്ചു എല്ലാം വന്നിട്ടുണ്ടായിനി. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക.